തോമസ്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ചിന്താ ജെറോം വരുന്നു. ഏറെ സ്വാഗതാർഹമായ, ഏറെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഡിവൈഎഫ്ഐയുടെയും CPM-ൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ തലപ്പത്ത് ഒരു വനിതാ അധ്യക്ഷ ഉണ്ടായിരിക്കുന്നു. അതൊരു ചരിത്ര സംഭവമാണ്. ഇന്ന് വരെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ഒരു വനിത വന്നിട്ടില്ല. ഈ ചിന്താ ജെറോം എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ ട്രോളുകളിൽ നിറയുന്ന ഒരു കഥാപാത്രമാണ്. എന്നാൽ ചിന്താ ജെറോമിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് അറിവുകളുണ്ട്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദൻ്റെ ആയിട്ടുള്ളൊരു പ്രസംഗ ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി ആദ്യം കേരളത്തിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കൂടിയില്ലേ? നമസ്കാരം. ഡിവൈഎഫ്ഐക്ക് ഇനി മുതൽ പുതിയ മുഖങ്ങൾ. ചിന്താ ജെറോം സംസ്ഥാന പ്രസിഡന്റാണ്. ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. ഡിവൈഎഫ്ഐ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിതാ സ്ഥാനത്തേക്ക് എത്തുന്നു. അതുപോലെ തന്നെ മറ്റ് ഭാരവാഹിത്വങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിജിൻ MLA സംസ്ഥാന സെക്രട്ടറി ആവാണ്. അങ്ങനെ മൊത്തത്തിൽ പുതിയ മുഖങ്ങൾ കടന്നുവരാണ്. ഇതിനിടയിൽ ആര്യ രാജേന്ദ്രൻ, മുൻ തിരുവനന്തപുരം മേയർ, അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരും എന്ന രീതിയിലൊക്കെ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല. അവരിപ്പോഴും പിൻനിരയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഒക്കെ പൂർണ്ണ പിന്തുണ ചിന്താ ജെറോമിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പുതിയ മുഖങ്ങൾ ഡിവൈഎഫ്ഐക്കും അതുവഴി CPM-നും എന്തൊക്കെ രീതിയിലായിരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? തോമസ്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ചിന്താ ജെറോം വരുന്നു. ഏറെ സ്വാഗതാർഹമായ, ഏറെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഡിവൈഎഫ്ഐയുടെയും CPM-ൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വിജിൻ MLA ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരും. കല്യാശ്ശേരിയിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. അഡ്വക്കേറ്റ് ആർ രാഹുൽ പിന്നെ ട്രഷററായിട്ട് വരുന്നു. പിന്നെ 3 വൈസ് പ്രസിഡന്റുമാരും കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ തലപ്പത്ത് ഒരു വനിതാ അധ്യക്ഷ ഉണ്ടായിരിക്കുന്നു. അതൊരു ചരിത്ര സംഭവമാണ്. ഇന്ന് വരെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ഒരു വനിത വന്നിട്ടില്ല. ആ സ്ഥാനത്താണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ഒരു വനിത വരുന്നത്. ഇതിനു മുമ്പ് സിന്ധു ജോയി SFIയുടെയൊക്കെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡിവൈഎഫ്ഐയിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഈ ചിന്താ ജെറോം എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ ട്രോളുകളിൽ നിറയുന്ന ഒരു കഥാപാത്രമാണ്. എന്നാൽ ചിന്താ ജെറോമിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകളെ ഒരുപക്ഷെ വലതുപക്ഷ മാധ്യമങ്ങൾ മനഃപൂർവ്വം ഒരു ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയതായിരിക്കാം. ഇപ്പോൾ ഈ ജയിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ജയിക്കിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ജയിക്കിനെ എപ്പോഴും ട്രോളായിട്ടെടുത്ത് ആണ് വലതുപക്ഷ മാധ്യമങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജയിക്ക് ഓരോ വിഷയത്തിലും സംസാരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയുള്ളൂ. ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയുള്ളൂ. എത്ര കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാവും. പണ്ടെങ്ങോ SFI കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന അദാനി വിമാനത്താവളത്തിന് എന്താണ് വില എന്ന് ചോദിച്ച് അതാണ് ഇപ്പോഴും ട്രോളായിട്ട് ജയിക്കിനെതിരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര മിടുക്കനായിട്ടുള്ള ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു സഖാവാണ് ജയിക്കെന്നുള്ളത് ജയിക്കിനെ അറിയാവുന്നവർക്കറിയാം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ട്രോളുകളിലൊക്കെ നിറയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട്, ഈ ചെറുപ്പക്കാരനെ എന്തിനാണ് ഇങ്ങനെയിട്ട് ആക്രമിക്കുന്നത്? ആ ചെറുപ്പക്കാരനെ ആക്രമിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ആ ചെറുപ്പക്കാരൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി കേരളത്തിലും ഇന്ത്യയിലും മാറും എന്ന ധാരണ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ ജയിക്കിനെ പോലുള്ള ആളുകളെ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരൊരു ട്രോൾ മെറ്റീരിയലാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചിന്താ ജെറോമിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ചിന്താ ജെറോം സെൽഫിയുടെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബുദ്ധിജീവിയുടെ രീതിയിലേക്ക് സംസാരിക്കാൻ പോകുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ. മറിച്ച് പല ഡിബേറ്റുകളിലും അവർ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്, സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമല്ല അവർ അവതരിപ്പിക്കുന്നത്. PhD ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങൾ, PhD ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതിന് അങ്ങനെയല്ലേ നമ്മളെടുത്ത് പരിശോധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് പരിശോധിച്ച് നോക്കുക. കേരളത്തിൽ PhD കിട്ടിയിരിക്കുന്ന എത്ര പേർക്ക് ആ വിഷയമായിട്ട് കൃത്യമായ ധാരണ ഉണ്ടാവും? അല്ലെങ്കിൽ ഏതൊക്കെ വിഷയത്തിലാണ് ഇവരൊക്കെ PhD ചെയ്യുന്നത്? അപ്പോൾ അതൊരു മറ്റൊരു വിഷയമാണ്. ഈ ചിന്താ ജെറോമൊക്കെ SFI കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ സെൽഫിയുടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് ട്രോൾ മെറ്റീരിയലായിട്ട് മാറി. പറയുന്ന രീതിയുടെ ഒരു പ്രശ്നമായിരിക്കും, അതൊരു ശൈലി. കാരണം സ്കൂൾ പ്രസംഗങ്ങളിലൊക്കെ മത്സരിച്ച് വന്നിട്ടുള്ള ഒരാളാണ് ചിന്താ ജെറോം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂൾ പ്രസംഗങ്ങളുടെ ഒരു ശൈലിയുണ്ട്. അത് അവരുടെ ശൈലിയാണെന്നേ. ആ ശൈലിയോട് നമ്മളെന്താണ് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? ഇപ്പോൾ വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദൻ്റെ ആയിട്ടുള്ളൊരു പ്രസംഗ ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി ആദ്യം കേരളത്തിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കൂടിയില്ലേ? പിണറായി വിജയൻ്റെതായിട്ടുള്ളൊരു ശൈലിയില്ലേ? എന്തിനേറെ പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ ആയിട്ടുള്ള ഒരു ശൈലിയില്ലേ? വി ഡി സതീശൻ്റെതായിട്ടുള്ള ഒരു ശൈലിയില്ലേ? ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ശൈലിയെ എടുത്ത് ട്രോളാനാണെങ്കിൽ
സാധ്യതകളുണ്ട്. എല്ലാവർക്കും ട്രോളാൻ പറ്റും. ഒരു പ്രത്യേക നിമിഷത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടം, അതായത് ഇപ്പോൾ UDF ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ് DYFIയുടെ പണി കൂടുന്നത്. DYFIയെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്തങ്ങളാണ് DYFIയുടെ തലയിലേക്ക് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളെയും അസസ് ചെയ്യാനും ആ വിഷയങ്ങളിൽ കൃത്യമായ പ്രതികരണം നടത്താനും പ്രവർത്തകരെ അണിനിരത്തി കൃത്യമായിട്ട് സമരം ചെയ്യാനായിട്ട് സാധിക്കണം. പണ്ടത്തെ പോലെയല്ല. 11 വർഷം മുമ്പാണ് ഇവർ പ്രതിപക്ഷത്തുണ്ടായിരുന്നത്, ഇടതുപക്ഷം. ആ സമയത്തേക്കാൾ ഒക്കെ ഒരുപാട് കാലം മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ ശക്തമായിരിക്കുന്നു. ആ സമയത്ത് ആളുകളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയും ഒരു സമരമാർഗമായിട്ട് DYFI ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വരും നാളുകളിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഈ സമൂഹത്തെ സ്വാധീനിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്തും സോഷ്യൽ മീഡിയയുടെ കൃത്യമായ സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ കാണാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും DYFI പോരാട്ടം ശക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ പൂർണ്ണമായിട്ടുള്ള സ്വകാര്യവൽക്കരണത്തിലേക്ക്, ഇപ്പോൾ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതിനെ രണ്ടായിട്ടേ കാണാൻ പാടുള്ളൂ. സമ്പൂർണ്ണമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നേക്കാം. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് മിഷൻ സമുദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ വരാൻ സാധ്യതയുള്ള അഴിമതികൾ, അതിലൂടെ തീരദേശത്തിനുണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, ഇങ്ങനെ ഒരുപാട് വലിയ വിഷയങ്ങളിൽ കൃത്യമായി പഠിച്ച് സമരം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ചിന്താ ജെറോം ഇപ്പോൾ DYFIയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടും വിജിൻ MLA സംസ്ഥാന സെക്രട്ടറി ആയിട്ടും വരുന്നത്. നിയമസഭയ്ക്കകത്തും DYFIക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി MLA ആണ്. പുറത്ത് ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ നിയമസഭയ്ക്കകത്ത് കൃത്യമായിട്ട് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വിജിൻ MLA ഉണ്ട്. അതുകൊണ്ട് തന്നെ DYFI കാലത്തിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം മിസ എന്ന് പറയുന്ന ഒരു നാടകം DYFIയുടെ സമ്മേളന വേദിയിൽ അവതരിപ്പിച്ചതിനെ എത്ര വികൃതമായ മനസ്സോടുകൂടിയിട്ടാണ് കേരളത്തിലുള്ള ചില ആളുകൾ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കിയത് നമുക്കറിയാം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിട്ടുള്ള യഥാർത്ഥമായ ഒരു സംഭവം അത് കൃത്യമായിട്ട് ജനം വീണ്ടും ചർച്ച ചെയ്തില്ലേ? ഹേമലത റെഡ്ഡി എന്ന ആ വിപ്ലവകാരിയായിട്ടുള്ള ആളെ ഇന്ത്യക്ക് മനസ്സിലായില്ലേ? ഭാരതത്തിന് മനസ്സിലായില്ലേ? എല്ലാ ആളുകളും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ടും അടിയന്തരാവസ്ഥയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. ആ നാട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതം വീണ്ടും ഇവിടെ ചർച്ചയ്ക്ക് വന്നില്ലേ? അതിനാരാ കാരണം? ഈ പറഞ്ഞ വലതുപക്ഷത്തെ സോഷ്യൽ മീഡിയയിലെ ഈ വട്ടുപിടിച്ച് കിടക്കുന്ന കുറേ ആളുകളുടെ പ്രശ്നമായിരുന്നു. അത് അവർ കാട്ടിക്കൂട്ടിയതാണ്. അത് അവർക്ക് നേരെ തിരിച്ചടിയായില്ലേ? വീണ്ടും ഈ മിസ എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് DYFIയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ പബ്ലിസിറ്റി വേറെ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? വലിയൊരു രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിട്ടാണ്, ആശയപരമായിട്ടുള്ള തിരിച്ചുവരവ് കൂടിയിട്ടാണ് ഈ മിസ എന്ന നാടകത്തിൻ്റെ ഈ ഒരു വിവാദം DYFIക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ പോരാട്ടങ്ങളുടെ ദിവസമാണ്, സമരങ്ങളുടെ ദിവസമായിരിക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ മാതിരിയൊന്നുമല്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. കൃത്യമായിട്ട് കാര്യങ്ങളിൽ സമരം നടത്തിക്കഴിഞ്ഞാൽ ആ സമരം വിജയിക്കുന്നിടം വരെ DYFI സമരരംഗത്തുണ്ടായോ എന്നുള്ളതാണ് DYFIയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പലപ്പോഴും തെരുവിലിറങ്ങേണ്ടയും ലാത്തി ചാർജുകളെ നേരിടേണ്ട ഉത്തരവാദിത്തം കൂടി ഇവർക്കുണ്ട്. അത് തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ മന്ത്രിസഭയിലും അതിന് മുമ്പത്തെ മന്ത്രിസഭയിലൊക്കെ മന്ത്രിമാരായിട്ടിരുന്നിട്ടുള്ള P. രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റിട്ടുള്ള കൊടിയ മർദ്ദനങ്ങളുണ്ട്. ഈ P. രാജീവിൻ്റെ ഒക്കെ നമുക്ക് കാണാം, റോഡിൽ കൂടി ഒരു കീറിയ ഷർട്ടും കീറിയ മുണ്ടുമായിട്ട് പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു P. രാജീവിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭ്യമല്ലേ? സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ലഭ്യമല്ലേ? അതുപോലെ തന്നെ MP. രാജേഷ് ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ വരും ദിവസങ്ങൾ സമരത്തിൻ്റെതാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചിന്താ ജെറോമിനെ പോലുള്ള ഒരാൾ കൊല്ലത്തു നിന്നും DYFIയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വരുമ്പോഴത്തേക്ക് അത് വലിയ രീതിയിൽ കൊല്ലം ജില്ലയിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പാർട്ടിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏതൊക്കെയാലും ചിന്താ ജെറോമിനും വിജിൻ MLAയ്ക്കും മറ്റ് DYFIയുടെ എല്ലാ ഭാരവാഹികൾക്കും വൈറ്റ് സ്വാൻ TVയുടെ ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം.